ആദ്യമായിട്ട് നമ്മുടെ റാഫേൽ മാഷിനെ ഉപഹാരം വാങ്ങുവാനായി വിളിച്ചുകൊള്ളുന്നു. ഉപഹാരം കൊടുക്കുവാനായി പ്രിയപ്പെട്ട വിപിൻ ദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കാം. മാഷ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം. ഈ സമയത്ത് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾ 25 കഴിഞ്ഞാണ് ഞാൻ വിദ്യാലയത്തിൽ നിന്ന് വിട്ട് പോന്നിട്ട് 25 വർഷമായി. അന്ന് കണ്ടതായ കുട്ടികളോ അധ്യാപകരോ അല്ല ഇപ്പോഴുള്ളത്. അവരിലെല്ലാം വളരെയധികം മാറ്റങ്ങളും വ്യത്യസ്തങ്ങളായ ചിന്തകളും പ്രവർത്തനങ്ങളും വന്നു കഴിഞ്ഞു. അതാണ് ഇത്തരത്തിലുള്ള പ്രത്യേകത. എന്നിരുന്നാലും അവരെല്ലാം നമ്മുടെ പഴയകാലങ്ങളെയും ഇപ്പോഴുള്ള കാലത്തെയും ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. അതിനായി തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അന്നത്തെ കാലഘട്ടവും ഇന്നും തമ്മിലുള്ളതായ നിങ്ങളുടെ ജീവിത രീതികൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. പഠനകാലത്തെയും പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കുടുംബജീവിതത്തെയും കുറിച്ച് ചിന്തിക്കുക. ആ സമയങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ മുൻകാലങ്ങളെ ഓർമ്മിക്കുന്നുണ്ടാകാം. ഇവരിൽ പലരെയും പല സമയങ്ങളിലും ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരറിയില്ല, അറിഞ്ഞിട്ടുമില്ല. അവരെല്ലാം പരിചയപ്പെടുത്തി. അങ്ങനെ എല്ലാവരെയും പ്രത്യേകം സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ മരണമടഞ്ഞവരെ രക്ഷിച്ചവരിൽ ശരത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ പ്രത്യേക കഴിവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തന്നെയുമല്ല, ആ മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതായ നല്ല കാര്യം, അവരുടെ കുടുംബത്തിന് വേണ്ടി പണം സംഭരിച്ച് അത് ഡെപ്പോസിറ്റ് ചെയ്തത് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു. അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഈ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് തയ്യാറായി പരിശ്രമിച്ച എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ അധ്യാപകരെയും പലരെയും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടു. അതുകൊണ്ട് ഇത്തിരി ഒരു പുതുമ പോയി. എന്നിരുന്നാലും എല്ലാ അധ്യാപകരെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.